ഈ വരുന്ന ഏപ്രിൽ 19 കൊച്ചിയിൽ വെച്ച് നടക്കുന്ന മറൈൻ ഡ്രൈവ് മാരത്തോൺ ഫേക്ക് ആണെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 90% ഉറപ്പാണ് അത് ഫേക്ക് ആണെന്ന്. കാരണം അവർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു പേജ് തുടങ്ങി. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധാരണ ഇങ്ങനത്തെ ഇവൻസിനെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരു ആക്റ്റീവ് പ്രസൻസ് കാണുമെന്ന്. ഇനി ആ വീഡിയോ കണ്ടിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വളരെ റീസെൻ്റായിട്ട് ഒരു അക്കൗണ്ട് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്, മറൈൻ ബീച്ച് മാരത്തോൺ എന്ന് പറഞ്ഞ്. ആ അക്കൗണ്ടിൽ അവർ 4 റീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 4 റീലിൽ 3 എണ്ണം നന്നായിട്ട് അവർ ബൂസ്റ്റും ചെയ്തിട്ടുണ്ട്. കാരണം ആഡായിട്ട് വന്ന ഒരു വീഡിയോ ആണ് എനിക്കൊരു ഫോളോവർ അയച്ചു തന്നത്. അപ്പോൾ അതിനെല്ലാം 300K പ്ലസ് വ്യൂസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഒറ്റ കമൻ്റ് ഇല്ല, ഒരുപാട് ഷെയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് പെയ്ഡായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. പിന്നെ 350 ഫോളോവേഴ്സ് ഉണ്ട്. അതാണ് ഇങ്ങനെ ഒരു ഫോളോ അപ്പ് വീഡിയോ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. ഈ 350 ഫോളോവേഴ്സ് ഞാൻ എടുത്ത് നോക്കിയപ്പം അതിൽ നല്ലൊരു ശതമാനവും മലയാളികളാണ്. സോ ഇത് സ്കാമാണ് അല്ലെങ്കിൽ ഇത് ഫേക്ക് ആണെന്ന് അറിയാതെ ഫോളോ ചെയ്ത പലരും ആയിരിക്കാം അത്. നിങ്ങൾ ആരെങ്കിലും ആ ഇവൻറ്റിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലവരൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്തത് ജെനുവിൻ ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇത് ജെനുവിൻ ആവാതിരിക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. കാരണം ആ വീഡിയോ എല്ലാം സെയിം ടെംപ്ലേറ്റ്, സെയിം പാട്ട്, സെയിം ഒരു ലേഔട്ടൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലവർ യൂസ് ചെയ്തിരിക്കുന്ന വീഡിയോൻ്റെ ഒറിജിനൽ വീഡിയോ ഞാൻ കണ്ടുപിടിച്ചു. അത് ഞാനിപ്പോൾ ഇവിടെ ലിങ്ക് ചെയ്യാം. ഇതിൽ കാണുന്ന പോലെ തന്നെ അത് NEB സ്പോർട്സുകാർ പണ്ട്, അതായത് കഴിഞ്ഞ വർഷത്തെ ന്യൂഡൽഹി മാരത്തോൺ അപ്പോളോ ടൈറ്റിൽ സ്പോൺസർ ആയിരുന്ന സമയത്ത് അവർ ഇവൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇട്ട ഒരു ഫുട്ടേജാണ് അവരിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച്, അതായത് ഈ മറൈൻ ബീച്ച് മാരത്തോൺ എന്ന പേജിൽ അവരിട്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൽ NEB സ്പോർട്സിൻ്റെ ഒരു ചെറിയ വാട്ടർമാർക്ക് വരുന്ന ഒരു ഫ്രെയിമുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ കാണിക്കാം. അപ്പോൾ അത് അവരവിടെ നിന്ന് അതേപോലെ ഡൗൺലോഡ് ചെയ്ത് ഒരു കംപ്രസ്ഡ് ക്വാളിറ്റിയിൽ എടുത്തിട്ട് അതിനെ ഇട്ടാണ് അവർ പ്രൊമോഷനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ട് SBIക്കും A6ഉം സ്പോൺസറാണെന്ന് അവർ താഴെ ഒരു ബാനറിൽ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് 2 പേർക്കും മെയിൽ അയച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്ലൈ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ റിപ്ലൈ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ലേറ്റ് ആകുമായിരിക്കും. കാരണം 2-3 ബിസിനസ് ഡേയ്സൊക്കെ എടുക്കാം. അപ്പോഴത്തേക്ക് ഇവൻറ്റ് കഴിയും. സോ ആ മെയിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ലെന്ന് തോന്നിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഫേക്ക് ഇവൻറ്റ്സിൽ നിങ്ങൾ ദയവ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് പൈസ കളയാതിരിക്കുക. അതിൽ ഒരു റീലിൽ ഏതോ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഫേക്കാണ്, ഡോണ്ട് രജിസ്റ്റർ എന്ന്. പക്ഷേ അത് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. സോ ഇതുപോലത്തെ ഇവൻറ്റ്സ് കണ്ട ഉടനെ തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാതിരിക്കുക. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഒരു 2 വീഡിയോ ഇപ്പോൾ ഇതിനെപ്പറ്റി ചെയ്യുന്നുണ്ട്. ആരെയും പൈസ പോകാതിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. കാരണം റണ്ണിങ് ഇവൻറ്റ്സിനെ പറ്റി ഒത്തിരി വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ജെനുവിൻ അല്ല എന്ന് തോന്നിയുകൊണ്ടാണ് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതും ഇമെയിലായിട്ട് ഫോളോ അപ്പ് ഒക്കെ ചെയ്യുന്നതും. പക്ഷേ എന്നിട്ട് 350 പേര് ഫോളോ ചെയ്തു. ഇനിയിപ്പം വരുന്ന 3 ദിവസങ്ങൾ എത്ര പേര് ഇത് ഫോളോ ചെയ്യും അല്ലെങ്കിൽ എത്ര പേര് രജിസ്റ്റർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ സ്കാം നടത്തുന്നത് മലയാളികളാണോ അല്ലേ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ സബ് ടൈറ്റിൽ ആഡ് ചെയ്യുന്നില്ല. കാരണം ഇനിയിപ്പോൾ സബ് ടൈറ്റിൽ കണ്ട് അവർക്ക് ഇങ്ങനെ ഞാൻ ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതല്ലോ. അതായത് ഇൻസ്റ്റാഗ്രാമിൽ പ്രസൻസ് വേണം, ഫേസ്ബുക്കിൽ പ്രസൻസ് വേണം എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു. അതിന് ശേഷം ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വന്നു. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ സബ് ടൈറ്റിൽ ആഡ് ചെയ്യുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ വരുന്ന വീഡിയോസിൽ ഞാൻ സബ് ടൈറ്റിൽ ആഡ് ചെയ്യുന്നുണ്ടാവും. 19 അവർ ഈ റേസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അത് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പാണ് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ അവർ ഡിലീറ്റോ ഡീആക്ടിവേറ്റോ ചെയ്യുമെന്നുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.